വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ബൈബിൾ ബൈറ്റ് എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടി ഈ വിശുദ്ധ ദിവസവും നിങ്ങളോട് ഇടപെടുവാൻ ലഭിച്ച നല്ല ഈ നിമിഷത്തിനായിട്ട് നന്ദി കരയറ്റുന്നു. ദി പാത്ത് എന്ന പ്രത്യേക സെഷനിൽ കൂടി കഴിഞ്ഞ വിശുദ്ധ ദിവസങ്ങളിൽ കുടുംബത്തെക്കുറിച്ചും കുടുംബത്തിലെ വിവിധ ഘടകങ്ങളെക്കുറിച്ചുമൊക്കെയും നാം ചിന്തിച്ചു. ഇന്ന് കുടുംബത്തിലെ തന്നെ പ്രായമുള്ളവരെ പറ്റി ചിന്തിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൽഡേഴ്സിനെ പറ്റി ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ലേവ്യ പുസ്തകം 19 അധ്യായം 32 വാക്യം. നരച്ചവൻ്റെ മുമ്പാകെ എഴുന്നേൽക്കുകയും വൃദ്ധൻ്റെ മുഖം ബഹുമാനിക്കുകയും നിന്റെ ദൈവത്തെ ഭയപ്പെടുകയും വേണം. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ലിൻഡൻ ജോൺസൺ ഒരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ്: വയോജനങ്ങളെ ഈ രാജ്യത്തിന് ആവശ്യമാണ്. അവരുടെ അനുഭവ സമ്പത്തും കഴിവും പ്രയോജനപ്പെടുത്തിയാൽ നമുക്ക് അത് വലിയ അനുഗ്രഹം ആയിരിക്കും. വൃദ്ധസമൂഹം പലർക്കും ബാധ്യതയാകുന്ന വാർദ്ധക്യം ഒരു കഷ്ടകാലമായി സ്വയം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ വാർദ്ധക്യകാലത്തോടുള്ള നമ്മുടെ ചിന്തകളും സമീപനങ്ങളും മാറിയേ മതിയാകൂ. ഭാരത സംസ്കാരത്തിൽ മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന രീതിയാണ് ഉള്ളത്. യഹൂദ സംസ്കാരവും ഇതുപോലെ തന്നെ മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും ആദരിക്കുന്ന കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ്. മോശെയുടെ ന്യായപ്രമാണത്തിൽ അനുശാസിക്കുന്നതും ഇപ്രകാരം തന്നെയാണ്. അതുതന്നെയാണ് നാം ഇന്ന് കുറുവാക്യമായും വായിച്ചു കേട്ടത്. ലേവ്യ പുസ്തകം 19 അധ്യായം 32 വാക്യത്തിൽ. യഹൂദ പാരമ്പര്യം വാർദ്ധക്യത്തെ ശാബത്തുകാലമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശാബത്തിൻ്റെ അനുഭവങ്ങളായ സ്വസ്ഥത, വിശ്രമം, ദൈവസംസർഗം, തിരുവചന പഠനം എന്നിവ നടക്കുന്ന കാലം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇന്ന് പലർക്കും ഈ ഒരു അവസ്ഥയല്ല ഈ വാർദ്ധക്യകാലത്തിൽ ഉള്ളത്. ഈ ഒരു അനുഭവം വാർദ്ധക്യകാല ജീവിതത്തിൽ സംജാതമാകണമെങ്കിൽ അവരവർ സ്വയവും ചുറ്റുമുള്ളവരും വിചാരിച്ചുവെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എപ്രകാരമാണ് ഇത് സാധ്യമായിത്തീരുന്നത്? ഒന്നാമതായി എനിക്ക് പറയുവാനായിട്ടുള്ളത് സമൂഹത്തിലെ മറ്റുള്ളവരോടാണ്. വാർദ്ധക്യം എന്നത് ഒരിക്കലും ഒരു ബാധ്യതയല്ല, അനുഗ്രഹമാണ്. വാർദ്ധക്യം ബാധ്യതയല്ല, അനുഗ്രഹം ആണ്. വൃദ്ധസമൂഹം പലർക്കും ബാധ്യതയാകുന്ന ഈ കാലഘട്ടത്തിൽ പ്രായമായവരോടുള്ള സമീപനം മാറിയേ തീരൂ. പ്രായമായവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയാൽ അവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിൽ ക്രിയാത്മകമായ മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കും. വ്യക്തിയുടെ ഓരോ കാലഘട്ടത്തിനും അതിൻ്റേതായ ആവശ്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, വെല്ലുവിളികളുണ്ട്. 80 വയസ്സുള്ള ഒരാളെ ശുശ്രൂഷിക്കുവാനും 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ശുശ്രൂഷിക്കുവാനുമുള്ള വൈഷമ്യങ്ങൾ ഏതാണ്ട് ഒരുപോലെയാണ്. പ്രായമുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലെ വിമുക്തതയ്ക്ക് കാരണം സ്വാർത്ഥത മാത്രമാണ്. കൊച്ചുകുട്ടിയെ വളർത്തുമ്പോൾ അതിൻ്റെ വളർച്ച ഒരു നേട്ടമായി കണക്കാക്കുന്നു. എന്നാൽ നേട്ടങ്ങൾക്കപ്പുറത്ത് വൃദ്ധരെ ശുശ്രൂഷിക്കുമ്പോൾ മാനസികമായും ആത്മീയമായും അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുന്നു. അതുകൊണ്ട് മുതിർന്നവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ദൈവമായ കർത്താവും ഇതുതന്നെയാണ് നമ്മളോട് പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട്, നരയ്ക്കുവോളം ചുമക്കാമെന്ന്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് വാർദ്ധക്യത്തിലുള്ളവർക്ക് നൽകുന്നത് എന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ട് ഈ വാർദ്ധക്യ കാലഘട്ടം എന്നത് ഒരിക്കലും ഒരു ബാധ്യതയായി കാണാതെ ഒരു അനുഗ്രഹമായി കണ്ട് അവരെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. രണ്ടാമതായിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മുതിർന്നവരോടാണ്, പ്രായമുള്ളവരോടാണ്. ഇളയവരുടെ നന്മയ്ക്കായി ഓരോരുത്തരും പ്രവർത്തിക്കുക. ഇളയവരുടെ നന്മയ്ക്കായി ഓരോരുത്തരും പ്രവർത്തിക്കുക. വേദപുസ്തകത്തിൽ മുതിർന്നവർക്ക് ഇളയവരോടുള്ള സ്നേഹത്തെക്കുറിച്ച് അനവധി ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിൽ യാക്കോബിന് മകനോടുള്ള സ്നേഹത്താലുള്ള ദുഃഖം നമുക്ക് കാണാം. അതുപോലെ ശമൂവേൽ പ്രവാചകന്റെ 2 പുസ്തകം 12 അധ്യായം 16 വാക്യത്തിൽ ദാവീദ് കുഞ്ഞിന് വേണ്ടി ഉപവസിച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്നതും നമുക്ക് കാണാം. ഇങ്ങനെ നിരവധി ദൃഷ്ടാന്തങ്ങൾ വേദപുസ്തകത്തിൽ ഈ മുതിർന്നവർക്ക് ഇളയവരോടുള്ള സ്നേഹത്തെക്കുറിച്ച് നമുക്ക് കാണാം. വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കുക എന്നതും മുതിർന്നവരുടെ ഉത്തരവാദിത്വമാണ്. എന്നാൽ ഇന്ന് പിൻതലമുറയെ വിമർശിക്കുവാനും കുറ്റം കണ്ടുപിടിക്കുവാനുമാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. അത് മറ്റുള്ളവരുടെ നീരസത്തിന് കാരണമാകും. ആയതിനാൽ
എൻ്റെ ഈ വാർദ്ധക്യകാല ജീവിതം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കും, അവർക്ക് നല്ല വഴികൾ പറഞ്ഞു കൊടുത്ത് ജീവിക്കുമെന്ന ഒരു നല്ല തീരുമാനമെടുക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു അർത്ഥപൂർണ്ണമായി തീരും. വാർദ്ധക്യകാലം ഒരിക്കലും ഒരു നഷ്ടമല്ല, ഒരിക്കലും നിരാശയുടെ കാലഘട്ടമല്ല, ഏറ്റവും അനുഗ്രഹീതമായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന എല്ലാവരും ഏറ്റവും അനുഗ്രഹത്തോടു കൂടി ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ എല്ലാ മുതിർന്ന പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. അവരുടെ ആയുസ്സിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെയും അങ്ങ് കാത്തുവല്ലോ. തുടർന്നും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. വാർദ്ധക്യകാല ജീവിതം നിരാശയോടെയും പ്രയാസത്തോടെയും ജീവിച്ചു തീർക്കുവാനായല്ല, ഏറ്റവും സന്തോഷകരമായി തീർക്കുവാൻ അങ്ങ് സഹായിക്കണമേ. ആമീൻ.